ഗൈസ് ഞങ്ങൾ പള്ളിയിലോട്ട് യാത്ര തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ 4 മണിക്കാറ്റ് ലേറ്റ് ആയി ഗൈസ്. 10 മണിക്ക് സമയം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എഴുന്നേറ്റിപ്പം ഇവിടെ എല്ലാം വിളിച്ച് എഴുതിപ്പിക്കുമായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഈ നേരത്തെ പോകേണ്ട ആൾക്കാരൊക്കെ എഴുന്നേക്കുവാണെങ്കിൽ നേരത്തെ അലാറം വെക്കണ്ടേ. ഇതൊന്നും ചെയ്യത്തില്ല ഗൈസ്. എഴുന്നേറ്റ് ആളൊന്ന് കാണിച്ചു. അയ്യോ എഴുന്നേറ്റ് നേരത്തെ റെഡിയായത് തന്നെ ഗൈസ്. കൊച്ചിനെ ഒരുക്കണ്ട, ഒന്നും ചെയ്യണ്ട, ചുമ്മാ റെഡി ആയാൽ മതി. ഇവിടെ കൊച്ചിനെ ഒരുക്കണം, അടുക്കളയെല്ലാം പണിയും ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പണി കാപ്പിയും ചായം കൊടുക്കണ്ടേ കൊച്ചിന്. അതന്നെ പണി. ഇനി ഉച്ചയ്ക്ക് എന്നിട്ട് കഞ്ഞിയും കറി വെക്കണം. അതൊക്കെ എന്റെ പണിയാ. അത് നിങ്ങളെന്നെ വ്ലോഗിലൂടെ കാണുന്നല്ലേ ഗൈസ്. ഡെയിലി വ്ലോഗ്സിലൂടെ ഞാൻ എന്തൊക്കെ പണി ചെയ്യുന്നത് അവർക്കറിയാം. നല്ല ഗൈസ്. ഇത് അടിച്ചുപൊടി ഒരു പരിപാടി ആകത്തില്ല. ഞങ്ങൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലേറ്റ് ആയിട്ട് ചെയ്തിട്ട് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. നമ്മളിത് കുറച്ച് വഴി ആയതുള്ളൂ. ഇനി ഒന്ന് കുറെ കൂടെ പോകാനുണ്ട്. രാവിലെ അത്യാവശ്യം ഞായറാഴ്ച ആണെങ്കിലും റോഡിൽ നല്ല തിരക്കുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്കൂള്, കെവിന്റെ സ്കൂള്. ഇതാണ് സ്കൂള്. വഴിയിൽ അത്യാവശ്യം തിരക്കുണ്ട് ഞായറാഴ്ച ആണെങ്കിലും. നമ്മള് പിന്നെ പതുക്കെ പോവാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തം കോമഡി ഇല്ലാത്ത ഒരാള് സംസാരിക്കാന്നെങ്കിൽ ഞാൻ എൻ്റെ വ്ലോഗിൽ ആരെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ മാത്രം തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല കേൾക്കുന്നത് ഗൈസ്. ഇവിടെ ഒരാൾ സംസാരിച്ചത് ഭയങ്കര മടിയാണ്. ഒരു റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ ഒന്ന് മടിയാണ് ഭയങ്കര. ഒന്ന് റെക്കോർഡ് ചെയ്ത് തരാമോ ചോദിച്ചാൽ എവിടെ തരും. ഒരു തമ്പനയിൽ ഉണ്ടാക്കി തരാമോ ചോദിച്ചാൽ അതും തരത്തില്ല. ഭയങ്കര മടി. ചുമ്മാ പറഞ്ഞു കേട്ടോ. ശരി എന്നാൽ പിന്നെ ചെയ്യാം. കണ്ടോണം. അമ്മ ഒരുങ്ങി നിന്നിട്ട് ഒരുപാട് നേരമായി. നമ്മള് ഭയങ്കര ലേറ്റ് ആയി. ഞങ്ങള് ഭയങ്കര ലേറ്റ് ആയി. അമ്മ ഒരുങ്ങി നിന്നിട്ട് കുറെ നേരമായി. അമ്മയുടെ വായിരിക്കുന്നത് ഞങ്ങളിപ്പോ കേൾക്കേണ്ടതായിരിക്കും. കണ്ടോണം ഗൈസ്. ഏതായാലും അവിടെ വരെ പോകാം. അതെ മോനെ അതിനവൻ കെട്ടിയില്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. ഇനി സൺഡേ വ്ളോഗാണ്. ഞങ്ങൾ ഇനിയിപ്പം ഇന്ന് സൺഡേ ആണ്. സോറി ഇന്ന് സൺഡേ ആണ്. അപ്പൊ സൺഡേയിൽ ഞങ്ങൾ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി ഇന്നെല്ലാം അതി സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. ഒന്നും ചെയ്യാനില്ല. ഞായറാഴ്ചയല്ലേ, നമുക്ക് ഇച്ചിരി കപ്പയൊക്കെ മേടിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ അവിടെ സാധനം മേടിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ കപ്പ മേടിച്ചിട്ട് പണിയെടുത്തോ. പണി തന്നെത്താനെ അങ്ങ് ചെയ്താൽ മതി. എന്താണ് നമ്മുടെ പരിപാടി? പറയൂ. ഞാൻ പറയുന്നില്ല, പറയൂ.
നമ്മൾ കപ്പ വേവിച്ചത് ഉണക്കമീനാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ കപ്പ കുറച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്, ഇനി അത് കൊത്തി അരിയണം. ഇങ്ങനെ നമ്മളിത് കപ്പ കൊത്തി അരിഞ്ഞ് കപ്പ കൊത്തി അരിഞ്ഞിട്ടുള്ള പരിപാടിയാണിത്. അമ്മയുടെ കയ്യിലാട്ടോ, അമ്മ ഇനി പണിയെടുക്കട്ടോ. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഒരു ഫംഗ്ഷന് പോയിട്ടുള്ള ഒരു ചെറിയ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ.